കിച്ചണിലേക്ക് സ്വാഗതം. ഞങ്ങൾ നേരത്തെ ഒരു 14 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ പോസ്റ്റ് ചെയ്യുക. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോഴി ചുട്ടതാണ്. കോഴി നല്ല മസാലയെല്ലാം പുരട്ടി വാഴയിലയിൽ പൊതിഞ്ഞ് എങ്ങനെയാണ് കനലിൽ ചുട്ടെടുക്കുന്നതെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ഭയങ്കര ടേസ്റ്റുള്ള ഒരു സംഭവമാണ്. എങ്കിൽ നമുക്ക് കോഴി ചുടാൻ തുടങ്ങാം. ഞാൻ ഇന്നൊരു കോഴി ചുട്ട് നിങ്ങളെ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാനൊരു കോഴി ഇത് എടുത്തിട്ടുണ്ട്. ഇത് 1 കിലോയുടെ ഒരു കോഴിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് 2 സൈഡും നന്നായിട്ട് ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ കാലുമൊക്കെ നല്ല വലിയ ഇതായിട്ട് വരഞ്ഞിട്ടുണ്ട്. ഈ സൈഡും എല്ലാം നന്നായിട്ട് വരഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഒരു ഇത്തിരി ഉപ്പും കൂടെ, ഒത്തിരി വേണ്ട, കുറച്ചുപ്പ്. നമ്മൾ മസാലയിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതിനകത്ത് ഒരു ഇത്തിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നാരങ്ങ നീര് മസാലയിൽ തന്നെ ചേർക്കാം. പക്ഷേ ഫസ്റ്റിൽ ഈ നാരങ്ങ നീര് ഇങ്ങനെ ചേർക്കുമ്പോഴാണ് ഇതിനൊരു നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഓക്കെ, നമുക്കിനി ഇപ്പം ഇത് ഞാൻ എല്ലായിടവും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു 5 മിനിറ്റ് ഇങ്ങനെ വയ്ക്കാം. ഇനി നമുക്ക് കോഴിയിൽ പറ്റാനുള്ള നമ്മുടെ മസാല ഉണ്ടാക്കാം. അതിനായി ഞാൻ ഈ ഒരു ചെറിയൊരു കപ്പിന് 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി, 2 പഴുത്ത മുളക് നന്നായി ചതച്ചത്, 1 ടീസ്പൂൺ ജീരകം നന്നായിട്ട് പൊടിച്ചത്, 1.5 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ നാരങ്ങയുടെ നീര്, 2 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഇനി ഇതിൽ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഉപ്പ് നമുക്ക് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഉപ്പ് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ഇതിൽ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാവുന്നതാണ്. എനിക്കിപ്പം കുറച്ച് ഉപ്പാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളത്. നമ്മുടെ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ കോഴിയിലേക്ക് പുരട്ടി കൊടുക്കുക. കോഴിയുടെ എല്ലാ ഭാഗത്തും നമ്മൾ ആ വരഞ്ഞ ആ ഭാഗത്തെല്ലാം നന്നായിട്ട് പുരട്ടി കൊടുക്കണം. എങ്കിലേ ആ കോഴി ചുട്ട് വരുമ്പോഴേ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ നാരങ്ങ നീര് നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട്, ഇപ്പോൾ ഇതിലും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ നാരങ്ങ നീര് കുറച്ച് കൂടുതൽ ചേർക്കുമ്പോഴാണ് ആ കോഴിക്കൊരു നല്ല ടേസ്റ്റ് വരുന്നത്. അതുപോലെ ഞാനിപ്പോൾ ഈ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇതിനകത്ത് മുളക് പൊടിയുടെ ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി കുരുമുളക് ഇതിൽ ചേർത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പം മുളക് പൊടി വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇപ്പോൾ അതൊരു കറക്റ്റ് ഒരു നല്ലൊരു കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം കുറച്ച് മുളക് പൊടി ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ വയറിനകത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കണം. അപ്പോൾ ഏകദേശം നന്നായിട്ട് തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ കുറച്ച് മസാല ബാക്കി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അത് നമുക്ക് ഈ മസാലയ്ക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5-6 വെളുത്തുള്ളിയുടെ അല്ലി എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇടാം. ഒരു 3 പച്ചമുളക് 2ആയി പിളർന്നത് അത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ മസാല ഇതിൽ നന്നായിട്ട് പുരട്ടിയിട്ട് അത് ഇതിൻ്റെ കോഴിയുടെ വയറിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഉരുളക്കിഴങ്ങിന് പകരം പുഴുങ്ങിയ മുട്ട വേണമെങ്കിലും വയറിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം ഇതുപോലെ നമ്മൾ മസാല നന്നായിട്ട് പുരട്ടിയതാണ്. ഇതിൻ്റെ വയറിനകത്ത് നിറച്ച് കൊടുക്കാം.
വെളുത്തുള്ളിയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ ഒരു ഫുൾ കിഴങ്ങും അതിൻ്റെ വയറിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം തുന്നണമെന്ന് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് വാഴയുടെ നാര് കൊണ്ട് ഒരു കെട്ട് കെട്ടിയാൽ മതിയാവും. കാരണം നമ്മൾ ഈ വെച്ച ഉരുളക്കിഴങ്ങൊന്നും പുറത്ത് പോകാതിരിക്കാൻ. സാധാരണ നമ്മൾ എണ്ണയിൽ പൊരിക്കുകയാണെങ്കിൽ ഇത് ഫുള്ളായിട്ട് തുന്നി പിടിപ്പിച്ചതിന് ശേഷമായിരിക്കും എണ്ണയിലിടുന്നത്. അതിൻ്റെ ആവശ്യം ഇതിനില്ല. അപ്പം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണത്. ഒരു 6 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് ചുട്ടെടുക്കാം. നമ്മൾ ഇന്നലെ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ ചിക്കൻ ഞാൻ ഇപ്പോൾ ഇത് ഏകദേശം ഒരു 8-9 മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ കാലൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തു. ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെയും കൂടെ ഒന്ന് കെട്ടിക്കൊടുക്കാം. കാരണം നമ്മൾ ഇതിനകത്ത് ഉരുളക്കിഴങ്ങും വെളുത്തുള്ളിയും എല്ലാം അകത്ത് നിറച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനൊരു ഇങ്ങനെ ഒരു ഈർക്കിലാണ് എടുത്തിട്ടുള്ളത്. സൂചിയൊന്നും എടുത്തിട്ടില്ല. ഒരു ഈർക്കിൽ ഇങ്ങനെ രണ്ടായിട്ട് മടക്കി ഒരു നാട അതിനകത്തോട്ട് ഇങ്ങനെ വെച്ചു മടക്കിയിട്ടു. അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഹോൾ കൊടുത്തു. അതിലൂടെ നമ്മൾ ആ ഈർക്കിൽ വലിച്ചിങ്ങെടുത്തിട്ട് ഇപ്പുറത്തും കൂടെ ഒന്ന് ഒരു ഹോളിട്ടിട്ട് ജസ്റ്റ് ഇതൊന്ന് വരിഞ്ഞൊന്ന് കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിറച്ച സാധനം ഒന്നും പുറത്ത് പോകത്തില്ല. നമുക്കിനി ഈർക്കലിൻ്റെ ആവശ്യമില്ല, അത് മാറ്റിക്കഴിഞ്ഞു. നമ്മളിവിടെ ഒരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ കോഴി ഒന്ന് പൊതിഞ്ഞെടുക്കാം വാഴയിലയിൽ. ജസ്റ്റ് ഈ വാഴയില ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഈ കോഴി ഒന്ന് പൊതിയാണ്. പിന്നെ തിരിച്ചും ഈ വാഴയില വെച്ച് ഇപ്പം ഞാൻ 2 ഇലയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഇല ആയതുകൊണ്ട് 2 ഇലയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇപ്പം നമ്മുടെ കോഴി ഫുള്ളായിട്ട് ഇതിൽ പൊതിഞ്ഞു കഴിഞ്ഞു, കണ്ടില്ലേ? ഇനി നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. നമുക്ക് തിരിച്ചും കൂടെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അല്ല സ്ട്രോങ് ആയിട്ട് കെട്ടണമെന്നൊന്നുമില്ല, ചെറുതായിട്ട് ഈ ഇലയൊന്ന് വിടർന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുഞ്ഞായിട്ടൊന്ന് കെട്ടിക്കൊടുത്താൽ മതിയാവും. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫോയിൽ പേപ്പർ വെക്കുകയാണ്. നമ്മുടെ കോഴി എടുത്ത് അതിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് ഞാൻ ഒരു ഏകദേശം ഒരു 2 കപ്പ്, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. എത്രയാണോ ഈ ഇല നമുക്ക് കവർ ചെയ്യേണ്ടത് അത്ര എടുത്താൽ മതിയാവും. കാരണം നമ്മൾ ഈ കോഴി ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് ഒന്നും ഈ കോഴിയുടെ മസാലയും ഒന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൈദ നമ്മളിങ്ങനെ കോട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു പരുവത്തിൽ മാവെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ കട്ടിക്കെടുത്തിട്ട് പരത്തിയിട്ട് ഒരു 2-3 ചപ്പാത്തി പോലെ പരത്തിയിട്ട് ഒട്ടിച്ച് കൊടുത്താലും മതി. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫുള്ള് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫോയിൽ പേപ്പർ കൊണ്ട് പൊതിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് ഉള്ള നമ്മൾ ആ മസാലയൊന്നും പുറത്ത് പോകത്തില്ല, ഫുള്ള് ലോക്ക്ഡാണ്. ഓക്കെ, കുറച്ചൊക്കെ ഇത് താഴോട്ട് ഒലിച്ച് പോയാലും കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഈ ഫോയിൽ വെച്ച് ഇങ്ങനെ പൊതിയുമ്പോഴത്തേക്ക് ആ മാവ് കറക്റ്റ് ആയിക്കോളും. ഇപ്പം ഞാനിത് ഫുള്ളായിട്ടിങ്ങനെ പൊതിയുകയാണ്. വീണ്ടും ഒരു ഫോയിൽ പേപ്പറും കൂടെ വെച്ചിട്ട് നമുക്ക് ഇത് പൊതിഞ്ഞു കൊടുക്കാം.
നമുക്ക് ഇപ്പം ഞാൻ ഫുള്ള് ഇത് പൊതിഞ്ഞു കഴിഞ്ഞു. ഫോയിൽ പേപ്പർ കൊണ്ട് ആദ്യം നമ്മൾ ഇല കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്, പിന്നെ മൈദ കൊണ്ട് പൊതിഞ്ഞു, പിന്നെ ഫോയിൽ പേപ്പർ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കനലിലിട്ട് ഒരു 3/4 മണിക്കൂർ ചുട്ടെടുക്കാം. ഞങ്ങളിപ്പോൾ ഒരു തൽക്കാലത്തേക്ക് ഒരു അടുപ്പ് തട്ട് കൂട്ടിയിട്ടുണ്ട്. നേരത്തെ ഞങ്ങൾക്കൊരു പെയിൻറ്റിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. അതിൽ വൈറ്റ് സിമൻറ്റ് ഒരു 8-10 ചാക്ക് കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എവിടെയും കൊണ്ട് കളയാനും പറ്റത്തില്ല. അങ്ങനെ അതിവിടെ വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ ഒരു ഐഡിയ തോന്നി. ആ വൈറ്റ് സിമൻറ്റ് ഒരു 6 ചാക്ക് ഞങ്ങൾ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ പൊക്കി വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് നമ്മളിപ്പം അടുപ്പ് കൂട്ടിയിട്ടുള്ളത്. ഞങ്ങളുടെ വൈറ്റ് സിമൻറ്റ് ഇനി കളയേണ്ട ആവശ്യവും വരത്തില്ല. ഞങ്ങൾക്ക് അത്യാവശ്യത്തിന് ഒരു അടുപ്പ്, നല്ല പൊക്കത്തിലൊരടുപ്പും കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് അറക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കും തീ പറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇടുന്നത്. പുതിയ അടുപ്പല്ലേ, തീ പറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ അതിൻ്റെ മുകളിലായി കുറച്ച് തൊണ്ടടുക്കി കൊടുക്കാം. ഒന്ന് സൈഡിലേക്കൊന്ന് വെക്കുന്നതേ ഉള്ളൂ, ഒരു ചൂടിന് വേണ്ടിയിട്ട്. നമുക്ക് നമ്മുടെ ചിരട്ട അതിൻ്റെ പുറത്തോട്ട് അടുക്കി കൊടുക്കാം. നമുക്കിനി ഇത് കത്തിച്ചു കൊടുക്കാം. നമ്മുടെ ചിരട്ടയെല്ലാം ഇപ്പം നന്നായിട്ട് കത്തിത്തുടങ്ങി. ഇനി നമുക്കിത് കണലായതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ നമുക്ക് ഈ കണലിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ കണൽ മുഴുവൻ വാരിയിട്ട് കൊടുക്കാം. ഇനി ഏകദേശം നമുക്കൊരു 3/4 മണിക്കൂറിന് ശേഷം ഇത് നമുക്കെടുക്കാം. അപ്പോഴേക്കും വെന്തിട്ടുണ്ടാവില്ല. നമ്മുടെ ചിക്കൻ ഇപ്പം ഏകദേശം വെന്തിട്ടുണ്ട്. ഒരു 3/4 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിത് പതുക്കെ ഇതിൽ നിന്ന് മാറ്റാം. നമ്മുടെ ചിക്കൻ നമുക്കൊരു ഇലയിലേക്ക് വച്ച് കൊടുക്കാം. ചിക്കൻ എന്തായി എന്ന് നോക്കാം. നല്ല അടിപൊളി മണമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ ആ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന മൈദയെല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ട് ഇത് കറുത്ത കളറായി. ഇലയെല്ലാം നന്നായിട്ട് വാടി, ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. യെസ്, നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാലിലെയും കൈയുടെയൊക്കെ കെട്ടുകൾ അഴിച്ചു കൊടുക്കാം. ഓക്കെ, ഈ കൂടെ കെട്ടുണ്ടായിരുന്നു, അതും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ഒരു ഉണ്ടല്ലേ, നല്ല ഇതായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തുള്ള കിഴങ്ങൊക്കെ കണ്ടോ, നല്ല സൂപ്പറായിട്ട് വെന്തിട്ടിതാ. നല്ല മസാലയും നല്ല ഇതായിട്ട് വെന്തിട്ടിട്ടുണ്ട്.
നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ്റെ അകത്തുണ്ടായിരുന്ന ആ ഉരുളക്കിഴങ്ങെല്ലാം നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ആ വെളുത്തുള്ളിയും എല്ലാം നല്ല ഒരു ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു വെജിറ്റബിൾ പുലാവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഡാൽ ഫ്രൈയും ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.